ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ സുവൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയറിനെ പറ്റിയാണ്. എല്ലാവർക്കും സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നല്ലേ? ചിലർക്കൊക്കെ ഇപ്പൊ അവര് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എനിക്കും ഉണ്ടായിരുന്ന സ്റ്റേജ് ഫിയർ. സ്റ്റേജിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഒരു വല്ലാത്ത ആളല്ല, എന്തോ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, കൈയും കാലും എല്ലാം കറക്കും. പക്ഷെ ഈ സ്റ്റേജ് ഫിയറിനെ മറികടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 1 മണിക്കൂറത്തെ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ആ 2 മിനിറ്റ് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്ന മൊമെന്റില് നമ്മളുടെ ഏറ്റവും ജീവിതത്തിലെ അടിപൊളിയായിട്ടുള്ള ഒരു നിമിഷവും നമ്മൾ ട്രോഫി മേടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു മൊമെന്റ് കൂടി ആലോചിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞടക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ പറയാ, അതിന്റെ ഒരു ഫീല് മനസ്സിലാവും. ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു 2 മിനിറ്റ്, ആ 2 മിനിറ്റ് നേരത്തേക്ക് അത്രയും 2 മിനിറ്റ് പോലും വേണ്ട, കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ മൈൻഡിൽ ആ ഒരു ഫിയറിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാതാക്കാൻ സാധിക്കും. ആ കുറച്ച് നിമിഷം നമ്മളൊന്ന് പിടിച്ചു നിന്നാൽ മതി. ബാക്കിയാണ് ഒരു എന്താ പറയാ ഫ്ലോ പോലെ അങ്ങ് പൊയ്ക്കോളും. ആ ആദ്യത്തെ കുറച്ച് നിമിഷമുണ്ട്, ആ നിമിഷത്തിൽ നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നല്ല അടിപൊളി ഒരു സ്പീച്ച് കാഴ്ചവെക്കാൻ സാധിക്കും. ഞാനാണ് SBCയിലൊക്കെ കയറുന്ന സമയത്ത് ആദ്യമായിട്ട് ഫീഡ്ബാക്ക് പറയാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അണ്ടിയും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങുമായിരുന്നു. എന്തായാലും ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അങ്ങ് ചെല്ലുകയാണ്. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിയുമ്പം അവിടെ നിന്ന് ആ കാര്യങ്ങൾ പറയുന്നത് അല്ല, ഒരു പ്രോഗ്രാമിനെ പറ്റി ഫീഡ്ബാക്ക് പറയുന്നത് ഞാനാന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു മൊമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കോൺഫിഡൻസ് ശരിക്കും വരും. ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഓരോ വേദികൾ കയറി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. എന്നാലും എത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും മനുഷ്യനായക കൊണ്ട് നമുക്ക് ആ സ്റ്റേജിൽ കയറുമ്പോ കുറച്ചു നേരം നമ്മളുടെ ഹൃദയമിടിപ്പും കൂടും. അത് അങ്ങനെയാണ്. ആ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ സ്പീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആ നിമിഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മളാണോ പറഞ്ഞത് നമുക്ക് അത്ഭുതപ്പെടും. അതാണ് നമ്മളുടെ ഉള്ളിലെ ഇച്ഛാശക്തി പ്രവർത്തിക്കും. ആ ആദ്യത്തെ കുറച്ച് നിമിഷം ഒന്ന് പിടിച്ചു നിന്നാൽ മതി, ബാക്കിയെല്ലാം മാജിക്കൽ ആയിട്ട് നടക്കും. എല്ലാരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം കേട്ടോ. സ്റ്റേജ് ഫിയർ ഉള്ളവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ലൈഫിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അതൊരു വലിയ കാര്യം തന്നെ. പക്ഷെ അതിനെ മറികടക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ സ്റ്റേജ് ഫിയർ മറികടക്കുകയാണെങ്കിൽ നിങ്ങളൊരു എവറസ്റ്റ് കീഴടക്കിയ ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞ ഫീൽ എത്രത്തോളം ആയിരുന്നെന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്മൈൽ ആൻഡ് ബി കോൺഫിഡന്റ്.